ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് പ്രോസസ്സിനെ പറ്റിയാണ്. ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് എന്താണ് ബിസിനസ് പ്രോസസ് അനലിറ്റിക്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ what is a business process analytics? It is a systematic approach to studying, optimizing, and improving business process. It helps organizations make data-driven decision to improve efficiency and productivity. ബിസിനസ് പ്രോസസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. അതായത് ബിസിനസ് പ്രോസസ്സിന്റെ ഇംപ്രൂവ്മെന്റിനും അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഇംപ്രൂവ് ചെയ്യാനും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനുമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ബിസിനസ് പ്രോസസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഓർഗനൈസേഷൻസിനെ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഒരു ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത്? ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് ഈസ് എ സ്ട്രക്ചേർഡ് കളക്ഷൻ ഓഫ് ആക്ടിവിറ്റി ഓർ ടാസ്ക് ഡിസൈൻ ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ. അതായത് ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് കളക്ഷൻ ഓഫ് ആക്ടിവിറ്റി ആണ്, അല്ലെങ്കിൽ ടാസ്ക് ആണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് ടാസ്ക് ക്യാൻ ബി മാനുവൽ ഓർ ഓട്ടോമേറ്റഡ്. ഈ ടാസ്കുകൾ മാനുവലും ആകാം, അല്ലെങ്കിൽ എന്തും ആകാം, ഓട്ടോമേറ്റഡും ആകാം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്ന ഒരു ബിസിനസ് പ്രോസസ് മോഡൽ ആണ്. ഫോർ ആൻ ഇൻഷുറൻസ് ക്ലെയിം ഇൻടേക്ക് പ്രോസസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഒരു ബിസിനസ് പ്രോസസ് മോഡലിംഗ് ലാംഗ്വേജ് യൂസ്, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിംഗ് ആണ്. ഇതിനകത്ത് ഒരുപാട് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ക്ലെയിം രജിസ്ട്രേഷൻ മുതൽ അപ്രൂവൽ വരെയുള്ള ഒരുപാട് സ്റ്റെപ്സുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് പ്രോസസ് മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്ലെയിം ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, റിവ്യൂ പോളിസി ചെയ്ത് നോക്കും, പിന്നെ ക്ലെയിം ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തിട്ട് ക്ലെയിം എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ക്ലെയിം ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റിൽമെന്റിന് പ്രപ്പോസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്രൂവൽ ഡാമേജ് പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ ന്യൂ പ്രീമിയവും കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ക്ലെയിം എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഇതൊരു ബിസിനസ് പ്രോസസ്സിന്റെ മോഡലാണ്. ഇനി അപ്പോൾ ഇതിനകത്ത് ഒരു ബിസിനസ് പ്രോസസ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് സ്റ്റാക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റാക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് മാനേജേഴ്സ്. ഒന്നാമത്തെ സ്റ്റാക്ക് ഹോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത് എന്തുണ്ടാകാം? മാനേജർ ഉണ്ടാകാം, മാനേജേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പ്രോസസ് ഓണേഴ്സ് എന്ന് പറയാം. രണ്ടാമതെന്ന് പറയുന്നത് എംപ്ലോയീസ് ഉണ്ട്. മൂന്നാമതെന്ന് പറയുന്നത് ക്ലയന്റ് ഉണ്ട്. അപ്പോ ഈ മൂന്ന് സ്റ്റാക്ക് ഹോൾഡേഴ്സ് ആണ് ഒരു ബിസിനസ് പ്രോസസ്സിനുള്ളത്. മാനേജേഴ്സ് അല്ലെങ്കിൽ പ്രോസസ് ഓണർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർസീ ബിസിനസ് പ്രോസസ് ആണ്. അതുപോലെ എക്സെപ്റ്റ് സ്മൂത്ത് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ടാസ്ക് ഡെലിഗേഷൻസ് എക്സ്പെക്ട് ചെയ്യും. അതുപോലെ എംപ്ലോയി എന്ന് പറയുന്നത് നീഡ് ടു ക്ലിയർ ആൻഡ് സ്ട്രക്ചേർഡ് ടാസ്ക് അലൈൻഡ് വിത്ത് ദെയർ സ്കിൽസ് ആണ്. ക്ലയന്റ് എന്ന് പറയുന്നത് എക്സ്പെക്ട് എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി റിസൾട്ട് ഫ്രം ദ സർവീസ് ഓർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ മൂന്ന് സ്റ്റാക്ക് ഹോൾഡേഴ്സ് ആണ് ഒരു ബിസിനസ് പ്രോസസ്സറിന് നിലവിൽ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് പ്രോസസ് മാനേജ്മെന്റിനെ പറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ BPM എന്ന് വിളിക്കാം. ഒരു ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മെത്തഡോളജിയാണ് ദാറ്റ് ഫോക്കസ് ഓൺ ഒപ്റ്റിമൈസിങ് ആൻഡ് മാനേജിങ് ബിസിനസ് പ്രോസസ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി. ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണ്. അത് എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? ഒപ്റ്റിമൈസിങ് ആൻഡ് മാനേജിങ്
ബിസിനസ് പ്രോസസ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി. നമ്മുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒപ്റ്റിമൈസിങ്ങിനും ബിസിനസ് പ്രോസസ് മാനേജ്മെന്റിനെയും എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ എൻഷുർ പ്രോസസ് അലൈൻ വിത്ത് ബിസിനസ് ഗോൾ ആൻഡ് കസ്റ്റമർ എക്സ്പെക്ടേഷൻ. അതായത് പ്രോസസ്സിനെ എങ്ങനെ അലൈൻ ചെയ്യുന്നു, ബിസിനസ് ഗോളും കസ്റ്റമർ എക്സ്പെക്ടേഷനും വെച്ചിട്ട് നമ്മൾ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു, അലൈൻ പ്രോസസ്സേഴ്സിനെ അലൈൻ ചെയ്യുന്നു. ആ ഒരു അലൈൻ എൻഷുർ ചെയ്യുന്നു. ഈ BPM-ന് ഒരുപാട് കമ്പോണൻസുകളുണ്ട്. ഒന്നാമത്തെ കമ്പോണന്റ് ആണ് പ്രോസസ് ഡിസൈൻ മോഡലിംഗ്, ഡിസൈൻ ആൻഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഡിസൈൻ ആൻഡ് മോഡലിംഗ്, പ്രോസസ് ഡിസൈൻ ആൻഡ് മോഡലിംഗ്. ഇതെന്ന് പറയുന്നത് ഡിഫൈൻ ദ സ്റ്റെപ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ബിസിനസ് പ്രോസസ് ആണ്. ബിസിനസ് പ്രോസസ്സിന്റെ സ്റ്റെപ്സും അതുപോലെ എന്താണ് സ്ട്രക്ചറിനെയും ഡിഫൈൻ ചെയ്യുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂഷൻ ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഫേസ്. ഇതെന്ന് പറയുന്നത് പ്രോസസ്, അതായത് എൻഷുർ ദാറ്റ് പ്രോസസ് റൺ സ്മൂത്ത്ലി ആൻഡ് ചെക്ക് എറേഴ്സ്. പ്രോസസ്സ് റൺ ചെയ്യുന്ന സ്മൂത്ത് ആണ്, അതുപോലെ എറേഴ്സിനെ എല്ലാം ചെക്ക് ചെയ്യുന്നത് ആരാണ്, എക്സിക്യൂഷൻ ആൻഡ് മോണിറ്ററിംഗ് ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നതാണ് എന്തോന്ന്, ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ആൻഡ് ഫിക്സ് ഇൻ എഫിഷ്യൻസി ടു ഇംപ്രൂവ് പെർഫോമൻസ്. എന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്തിട്ട് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്, ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 എണ്ണം ചേർന്നിട്ടാണ് ഈ ഒരു ബിസിനസ് പ്രോസസ് ലൈഫ് സൈക്കിളിന്റെ കമ്പോണൻസ്, മീൻസ് ബിസിനസ് പ്രോസസ് മാനേജ്മെന്റിന്റെ കമ്പോണൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സുകളുണ്ട്. ഒന്നാമത്തെ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്ക് എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇതെന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വഴി എൻഷുർ ചെയ്യുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് 6 സിഗ്മ എഫേർട്ട്. 6 സിഗ്മ എന്ന് പറയുന്നത് ഡിഫക്റ്റുകളെല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് പ്രോസസ് വേരിയബിലിറ്റിയെ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് 6 സിഗ്മ എഫേർട്ട് ഓർ കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ത്രൂ സ്മോൾ ഓൺ ഗോയിങ് ചേഞ്ചസ്, എന്തെങ്കിലുമൊക്കെ സ്മോൾ ഓൺ ഗോയിങ് ചേഞ്ചസ് വഴി എന്താണ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണമാണ് ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്, BPM-നകത്തുള്ള ക്വാളിറ്റി കൺട്രോൾ ഇംപ്രൂവ്മെന്റ് മെത്തേഡ്സ് എന്ന്, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതാണ് ബിസിനസ് പ്രോസസ് ലൈഫ് സൈക്കിൾ. അതിനകത്തുള്ള കുറച്ച് കമ്പോണൻസുകൾ നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്ത് ഒരുപാട് സ്റ്റേജസുകളുണ്ട്. 4 സ്റ്റേജസുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ഡിസൈൻ ആൻഡ് അനാലിസിസ്, ഡിസൈൻ ആൻഡ് അനാലിസിസ്. രണ്ടാമത്തെ കോൺഫിഗറേഷൻ. മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻഹാൻസ്മെന്റ്. നാലാമത്തെ എന്ന് പറയുന്നത് ഇവാലുവേഷൻ, ഇവാലുവേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്നാണ്. അപ്പൊ 4 എന്താണുള്ളത്, സ്റ്റേജസ് ആണുള്ളത്. ഈ ഡിസൈൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റേജ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോൾവ് പ്രോസസ് മോഡലിംഗ് ആൻഡ് വാലിഡേഷൻ. പ്രോസസ് മോഡലിംഗ് വാലിഡേഷൻ ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്ലോയെ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് കസ്റ്റമർ കംപ്ലൈൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോയെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് അനാലിസിസ് സൈക്കിളിനകത്ത് ഒരു വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ കോൺഫിഗറേഷൻ. കോൺഫിഗറേഷനകത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ആൻഡ് ടെസ്റ്റിംഗ് പറയാം. അതായത് പ്രോസസ് സെറ്റപ്പ് ആൻഡ് ഇന്റഗ്രേഷൻ വിത്ത് IT സിസ്റ്റം എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അതായത് ഓട്ടോമേറ്റഡ് ബില്ലിംഗ്, ഇ-കൊമേഴ്സ് ബിസിനസ്സിനകത്തുള്ള ഓട്ടോമാറ്റിക് ബില്ലിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമുക്കൊരു കോൺഫിഗറേഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻഗാജ്മെന്റ്, അതായത് എൻഗാജ്മെന്റ് അതെന്ന് പറയുന്നത് എക്സിക്യൂഷൻ ആൻഡ് മോണിറ്ററിംഗ് ആണ്. ഈ ഇതെന്ന് പറയുന്നത് പ്രോസസ് ഈസ് എക്സിക്യൂട്ടഡ് ആൻഡ് മോണിറ്ററിംഗ് ഇൻ റിയൽ ടൈം എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രാക്കിംഗ് സെയിൽസ് ഓർഡർ ടു എൻഷുർ ടൈംലി ഡെലിവറി നടക്കുന്നുണ്ടോ എന്നുള്ള ട്രാക്കിംഗ് ആണ് എക്സാമ്പിൾ. നാലാമത്തെ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ്
ഇംപ്രൂവ്മെന്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് അനാലിസിസും റീഡിസൈൻ ഓഫ് ഇൻഎഫിഷ്യന്റ് പ്രോസസ്സിങ്ങുമാണ്. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ യൂസിങ് കസ്റ്റമർ ഫീഡ്ബാക്ക് ടു റിഫൈൻ സപ്പോർട്ട് സർവീസസ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് ഒരു ബിസിനസ് പ്രോസസ് ലൈഫ് സൈക്കിളിന്റെ 4 സ്റ്റേജസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്രോസസ് ഇന്റലിജൻസ് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റി മോണിറ്ററിങ്ങിനെ പറ്റി നോക്കാനാണ്. എന്താണ് പ്രോസസ് ഇന്റലിജൻസ്? പ്രോസസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് പ്രോസസ് ഇന്റലിജൻസ് യൂസസ് ഡേറ്റ അനലറ്റിക്സ് ടു സ്റ്റഡി ഹൗ എ ബിസിനസ് പ്രോസസ് പെർഫോം എന്നുള്ളതാണ്. അതായത് പ്രോസസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഡേറ്റ അനലറ്റിക്സ് യൂസ് ചെയ്തിട്ട് ബിസിനസ് പ്രോസസ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതിന് അതിനെയാണ് നമ്മൾ പ്രോസസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോസസ് ഒപ്റ്റിമൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത് നമ്മൾ പറഞ്ഞ ടേമാണ് ബിസിനസ് ആക്ടിവിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് ആക്ടിവിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് ഇന്റലിജൻസിന്റെ അകത്ത് വരുന്ന ഒരു ടേമാണ് ബിസിനസ് ആക്ടിവിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് ആക്ടിവിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്നത് റിയൽ ടൈം ട്രാക്കിംഗ് ഓഫ് ബിസിനസ് പ്രോസസ് പെർഫോമൻസ് ആണ്. ബിസിനസ് പ്രോസസ് പെർഫോമൻസിന്റെ റിയൽ ടൈമിൽ നമ്മൾ അതിനെ ട്രാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ആക്ടിവിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ വി മോണിറ്ററിംഗ് ലൈവ് കസ്റ്റമർ ട്രാൻസാക്ഷൻ ഇൻ എ ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി മോണിറ്ററിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊന്നാണ് കോർപ്പറേറ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, CPM. ഇതെന്ന് പറയുന്നത് മെഷേഴ്സ് ആൻഡ് അനലൈസ് ബിസിനസ് പെർഫോമൻസ് ആണ്. ബിസിനസ് പെർഫോമൻസിന്റെ മെഷേഴ്സ് ചെയ്യാനും അനലൈസ് ചെയ്യുന്നതിനുമാണ് നമ്മൾ കോർപ്പറേറ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി യൂസിങ് പെർഫോമൻസ് ഡാഷ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ഇവാലുവേറ്റിംഗിനെയാണ് കോർപ്പറേറ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ് മൈനിങ് ആൻഡ് അനലിറ്റിക്സ് ആണ്. പ്രോസസ് മൈനിങ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് പ്രോസസ് അനലിറ്റിക്സിനകത്തുള്ള കുറച്ച് ടേമുകളാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് പ്രോസസ് മൈനിങ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പ്രോസസ് മൈനിങ് എന്ന് പറയുന്നത്? പ്രോസസ് മൈനിങ് ഈസ് എ ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ആണ് ടു അനലൈസ് ബിസിനസ് പ്രോസസ് ബേസ്ഡ് ഓൺ ഇവന്റ്സ് ലോഗ് വെച്ചിട്ട് നമ്മൾ ബിസിനസ് പ്രോസസ്സിനെയൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ഡേറ്റ ഡ്രിവൺ അപ്രോച്ചിനെയാണ് നമ്മൾ പ്രോസസ് മൈനിങ് എന്ന് പറയുന്നത്. ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ നെക്കിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യും, ഇൻഎഫിഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യും, ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് എന്താണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. ഇനി ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഹൗ ഡസ് ദ പ്രോസസ് മൈനിങ് വർക്ക് എന്ന് ചോദിച്ചാൽ എക്സ്ട്രാക്ട് ബിസിനസ് പ്രോസസ് ഇൻഫർമേഷൻ ഫ്രം ഇവന്റ്സ് ലോഗ്. അതായത് ഇവന്റ്സ് ലോഗ് എന്ന് വെച്ചാൽ എന്താണ്? റെക്കോർഡഡ് ഡേറ്റയാണ് നമ്മൾ ഇവന്റ് ലോഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവന്റ് ലോഗ്സിനെ വെച്ച് അനലൈസ് ചെയ്യുന്ന ഒരു ബിസിനസ് പ്രോസസ്സിനെ അനലൈസ് ചെയ്യുന്ന ഒരു ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ആണ് പ്രോസസ് മൈനിങ് എന്ന് നമുക്കറിയാം. ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പ്രോസസ് ഇൻഫർമേഷൻസിനെയൊക്കെ ഇവന്റ് ലോഗ്സ് ചെയ്യുന്ന എക്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ഹെൽപ്പ് ബിസിനസ് വിഷ്വലൈസ് ദെയർ പ്രോസസ്. അവരുടെ ബിസിനസ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി, അതായത് അവരുടെ പ്രോസസ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വർക്ക് ഫ്ലോ ഇൻഎഫിഷ്യൻസി, അതിന്റെ വർക്ക് ഫ്ലോ ഇൻഎഫിഷ്യൻസി ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹിഡൻ ഇൻഎഫിഷ്യൻസി, അതായത് വർക്ക് ഫ്ലോസിനകത്തുള്ള ഹിഡൻ ഇൻഎഫിഷ്യൻസി ഒക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ റെഡ്യൂസ് പ്രോസസ് ഡിലേ ആൻഡ് ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി. പ്രോസസ് ഡിലേ ഒക്കെ എന്ത് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് സർവീസ് ക്വാളിറ്റി എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഹെൽപ്പ് ദ പ്രോസസ് ഓട്ടോമേറ്റഡ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. പ്രോസസ് ഓട്ടോമേഷൻ ചെയ്യാനും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും ഒക്കെ എന്ത് ചെയ്യും, ഇത് പ്രോസസ് മൈനിങ് ആൻഡ് അനലിറ്റിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇൻഷുറൻസ് ഹാൻഡ്ലിംഗ് ഇവന്റ് ലോഗിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇവന്റ് ലോഗിനകത്തുനിന്നാണ് നമ്മൾ ഡേറ്റ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്തിട്ട് പ്രോസസ് മൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്രോസസ് മൈനിങ് അനലിറ്റിക്സിന്റെ ആ ഒരു എക്സാമ്പിൾ, ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു പ്രോസസ്സാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് ഡിസ്കവറി ആൻഡ് വർക്ക് ഫ്ലോ
എന്നുള്ളതാണ്. പ്രോസസ് ഈസ് ഡിസ്കവറി ചെയ്യും. നമ്മൾ ആദ്യം പ്രോസസ്സിനെ ഡിസ്കവർ ചെയ്യും. പ്രോസസ്സ് ഡിസ്കവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഡ്രൈവിംഗ് ആസ് ഈസ് മോഡൽ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ റിയൽ ഡേറ്റ. അതായത് ഇപ്പൊ നമ്മൾ അനലൈസിങ് ATM ട്രാൻസാക്ഷൻ, അതായത് കസ്റ്റമർ ബിഹേവിയർ പാറ്റേൺ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ATM ട്രാൻസാക്ഷൻസിനെയൊക്കെ അനലൈസ് ചെയ്യത്തില്ലേ, അതിനെയാണ് നമ്മൾ പ്രോസസ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഡിസ്കവറി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റ് ലോഗ്സ് ആദ്യം എന്ത് ചെയ്യും, ഡേറ്റാസിനെ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ആർ കളക്ടഡ് ഫ്രം ദ പ്രോസസ് അവെയർ സിസ്റ്റം. Then algorithm analyze activity sequences ഉണ്ടാക്കും. Then process map is generated showing workflow pattern. ഇനി workflow mapping techniques എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് sequential process activity happen on after another and parallel process എന്ന് പറയുന്നത് multiple tasks run simultaneously and next എന്ന് പറയുന്നത് decision point ആണ് different path exit based on the condition. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടു പെർഫോം എ പ്രോസസ് ഡിസ്കവറി ടാസ്ക് വി സ്റ്റാർട്ട് അവർ അനലൈസിങ് ഫ്രം ASO കോൾഡ്, അതായത് ഇവൻ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ASO കോൾഡ് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് ഇവൻ ലോഗ് എന്ന് വെച്ചാൽ ഒരു ഡേറ്റ ടേബിൾ ആണ് ലിസ്റ്റിംഗ് ദ ആക്ടിവിറ്റി ദാറ്റ് ഹാവ് ബീൻ എക്സിക്യൂട്ടഡ് ഡ്യൂറിങ് എ സർട്ടൈൻ ടൈം പീരീഡ് ടുഗദർ വിത്ത് എ കേസ് ടു വിച്ച് ദേ ബിലോങ്സ് എന്നുള്ളതാണ്. അതിനെ പറ്റിയുള്ള ഡേറ്റാസ് ആണ് ഇവൻ ലോഗിനകത്ത് ഇരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൽഗോരിതത്തിന് ഐട്രേഷൻ ചെയ്യും. ഓവറോൾ പ്രോസസ് കേസസ് ആൻഡ് ക്രിയേറ്റ് എന്താണ് ഫ്ലോ ഓഫ് വർക്ക് ബിറ്റ്വീൻ ദ ആക്ടിവിറ്റീസ്. നമ്മളവിടെ ഒരു ഫ്ലോ ഓഫ് വർക്ക് ക്രിയേറ്റ് ചെയ്യുക ആക്ടിവിറ്റീസിനിടയിൽ. അതിനുശേഷം ഇതാണ് നമ്മളുടെ ആ ഒരു എന്താണ് ഇവൻ ലോഗിന്റെ ഡേറ്റ എന്ന് പറയുന്നത്. ഇതിനകത്ത് കണ്ടോ ക്ലൈം ഇൻടേക്ക്, ആക്ടിവിറ്റീസും, സ്റ്റാർട്ട് ടൈം, കംപ്ലീഷൻ ടൈം, കേസ് ഐഡന്റിഫയർ, സ്റ്റാർട്ട് ടൈം, കംപ്ലീഷൻ ടൈം, ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡേറ്റ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ പ്രോസസ് ഡിസ്കവറി അൽഗോരിതം ഈ പ്രോസസ് മാപ്പ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പ്രോസസ് ഡിസ്കവറി അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ ഒരു പ്രോസസ് മാപ്പ് എന്ത് ചെയ്യും, ഒബ്റ്റൈൻ ചെയ്യും. അതിനുശേഷം activities that follow each other distinctly, no overlap, start and end time will be put in a sequence. അതായത് ആക്ടിവിറ്റീസ് ദാറ്റ് ഫോളോ എന്തായിരിക്കും ഈച്ച് അതർ, then there will be എന്താണ് will be put in a sequence. ഇതൊരു ആക്ടിവിറ്റീസുകൾ റൺ ചെയ്യുന്നത് എന്താണ്, ഒരു സീരീസ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസുകളെ പുട്ട് ചെയ്യും. then when the same activity is followed by different activities over various process instance, a split is created. അതായത് ഒരു സെയിം ആക്ടിവിറ്റീസ് തന്നെ എന്താ ഡിഫറെന്റ് when the same activity is followed by different activities, same activity different activity followed ആണെന്നുണ്ടെങ്കിൽ അത് വേരിയസ് പ്രോസസ്സിൽ ഇൻസ്റ്റൻസ് ആയിട്ട് ഫോളോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്പ്ലിറ്റ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. when two or more activity execution overlap in time, overlap ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they are executed in parallel. അതെന്ത് ചെയ്യും, parallelly execute ചെയ്യും and are this both flowing from the common procedures രണ്ടും എന്ത് ചെയ്യും, flowing ചെയ്യും. അതിനുശേഷം the process map can be annotated with the various information such as frequency, count of an activity, execution. അതായത് പ്രോസസ് മാപ്പ് എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ബി അനോട്ടഡ്, നമുക്ക് അനോട്ട് ചെയ്യാൻ പറ്റും, വേരിയസ് ഇൻഫർമേഷൻസിന് അനോട്ട് ചെയ്യാൻ പറ്റും പ്രോസസ് മാപ്പിനകത്ത്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സച്ച് ഫ്രീക്വൻസി കൗണ്ട്, അതായത് ആക്ടിവിറ്റി ഓഫ് എക്സിക്യൂഷന്റെ ഫ്രീക്വൻസി കൗണ്ട് നമുക്ക് അനോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പ്രോസസ് മാപ്പിനകത്ത് അനോട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രോസസ് ഡിസ്കവറി പ്രൊവൈഡ് an excellent means to perform an initial exploratory analysis of the data at hand, showing actual and true information. This allow practitioners to quickly determine bottlenecks, deviation and expectation in the day-to-day workflow. അതായത് പ്രോസസ് ഡിസ്കവറി കൊണ്ട് നമുക്ക് day-to-day വർക്ക് ഫ്ലോയിനകത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളൊരു ബിസിനസ് പ്രോസസ് മാനേജ്മെന്റിനകത്ത് ബിസിനസ് പ്രോസസ് അനലൈറ്റിക്സിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.